നമ്മൾ വേദിയിലിരിക്കുന്ന വിജയക്ക് മുമ്പിലാണ്. ശേഷം 2-3 വർഷം കഴിഞ്ഞ ശേഷം ആ ഗ്രൂപ്പിന്റെ പേര് ചെമ്പിയമ്മ കുടുംബ സംഘം. അപ്പൊ അന്ന് ആ പേരെല്ലാ അന്ന് എല്ലാവരും ചെമ്പിയമ്മ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞ് ലോപിച്ചാണ് ഇപ്പൊ എൻ്റെ അമ്മയുടെ പേര് അറിയപ്പെടുന്നത് ഉറപ്പാണെന്നാണ്. അപ്പൊ അങ്ങനെ 2-3 പേരുകൾ ഉണ്ടായിരിക്കാം. കാരണം അതായത് നമ്മുടെ ആ ചെമ്പിയമ്മയ്ക്ക് 2 ആണും 3 ആണും 2 പെണ്ണും അല്ലേ? 4 പെണ്ണും 4 ആണും. അതെ, എനിക്കെന്താ അറിയില്ല. 4 ആണും 2 പെണ്ണും. അപ്പൊ മൂത്തത് അലാമി എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങൾ പോലും അറിയില്ല, ഞങ്ങൾ ആരും കണ്ടില്ല. അലാമി എന്നുള്ളത്. 2ാമത് മുത്തപ്പനായിട്ടുള്ള രാമേന്ദ്രൻ, 3ാമത് മാധവി, 4ാമത് എൻ്റെ അച്ഛൻ, 5ാമത് നാരായണ തന്നെയാണോ? നാരായണ മകൻ അറിയില്ല. അപ്പൊ അത് നമ്മൾ ക്ലിയറായി. അപ്പൊ ആ മക്കളുടെ മക്കളാണ് നമ്മൾ. മക്കളും മുരളി, രമ, രാധൻ അല്ലേ? അത് തിരുവല്ല. അപ്പൊ ഇങ്ങനെയും അവരുടെ മക്കളുമായി കൂടി നിങ്ങൾക്ക് മുരളി, രമ, രാധൻ അല്ലേ? അത് തിരുവല്ല. അപ്പൊ ഇങ്ങനെയും അവരുടെ മക്കളുമായി കൂടി നിങ്ങൾക്ക് സമൂഹത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു, ആര് എന്ത് എങ്ങനെയെന്ന് പറയുന്നത് ആ വല്യമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. ആ വല്യമ്മയുടെ രക്തം കൊണ്ടാണ്. പക്ഷേ നമ്മുടെ ആ കുടുംബ സംഗമം എന്നാണ് ഇതിന്റെ പേര്. കുടുംബ സംഗമം. അതായത് കുടുംബം നമ്മളെല്ലാവരും കൂടുമ്പോൾ നമുക്കൊരു ഇമ്പം തോന്നുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ അങ്ങനെ ഇമ്പം ഉണ്ടാകാറുണ്ടോ? നമ്മുടെ സ്വന്തമായിട്ട് ഇമ്പം ഉണ്ടാകാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ വീട്ടിൽ കുടുംബങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊരു ഇമ്പം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളിപ്പോ എല്ലാവരും കണ്ടു വന്നു പോയി. അപ്പൊ എന്തിനാണ് ഈ കുടുംബ സംഘം വെച്ചിരിക്കുന്നത് വെച്ചാല് നമ്മൾക്ക് ഒരു വളരെ ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമ്മുടെ വിശേഷങ്ങള് കാണുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും നമ്മൾക്ക് ഒരു മാനസികമായിട്ട് ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് വയ്യ, നടക്കാൻ വയ്യ, ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ആരും കാണുന്നില്ല. അപ്പൊ നമ്മൾ ചിലർ പറഞ്ഞു എനിക്ക് കൈ ധരിപ്പുണ്ട്, കാല് ധരിപ്പുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ എൻ്റെ കൈ ധരിപ്പ് മാത്രമേ നമ്മളവർ പറയുന്നുള്ളൂ. നമ്മൾ ഇവിടെ വന്നിട്ട് എൻ്റെ കൈ ധരിപ്പുന്നുണ്ടപ്പാ, എനിക്കുണ്ടപ്പാ, എനിക്കപ്പോൾ നമുക്ക് ലഘൂകരിച്ചു. എല്ലാവർക്കും ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. വയസ്സാവുന്ന സമയത്ത് ആളുകൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു അസുഖം വളരെ കുറഞ്ഞു കിട്ടും. ഇപ്പൊ വീണ്ടും ഞാൻ പറയാണ്, അവിടത്തേക്ക് പോവാണ്.
നമ്മൾ ആ ബന്ധം ഇങ്ങനെ വന്നു പോകുമ്പോൾ നമ്മൾക്ക് ഈ ജീവിച്ച ആ പഴയ ആളുകൾക്കുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല. നമ്മൾ അന്ന് ജീവിച്ച ആ ചെമ്പിയമ്മ, ആ മക്കള്, ആ തലമുറയിൽ ഇങ്ങോട്ട് വന്നു, നമ്മൾ ജീവിച്ചു, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ, എല്ലാം ത്യാഗങ്ങളും എല്ലാം സഹിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അന്ന് ഞാൻ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. നമ്മളന്ന് ജീവിച്ച കാര്യം, ഇന്നത്തെ കാര്യം. അന്ന് നമ്മള് മുത്തപ്പന്റെ അതേ വീട്ടില് ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ ഞങ്ങൾ 4 മക്കളും ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുത്തപ്പനും എൻ്റെ അച്ഛനും തമ്മിൽ എപ്പോഴും നേരെയില്ല, ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അത് മൂത്തമ്മയായിരുന്നു, ഞാൻ കഴിഞ്ഞേക്കാറ്. എന്നാൽ എൻ്റെ മൂത്തമ്മയും അമ്മയും ഭയങ്കര ഫ്രണ്ടാണ്, എന്തുകൊണ്ട് ഇന്നും ഭയങ്കര കൂട്ടുകാരാണ്. അതായത് ആ സമയത്ത് ഞാൻ പറയാണ്, ആ സമയത്ത് അച്ഛനും മുത്തപ്പനും എപ്പോഴും എന്തിനോ ഇങ്ങനെയോ ഒന്നും നമുക്കറിയില്ല, എന്തിനാ വേണ്ടിയിട്ടാണ് അച്ഛനും മുത്തപ്പനും നമ്മൾ ഇങ്ങനെ ലഹള വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്. ഞങ്ങളുടെ ബന്ധുക്കളായ ജനനിയോ ഞങ്ങളോ ഇവരുമായിട്ടും ഞങ്ങൾക്കൊന്നും അധികം കൂടുതൽ സംസാരിക്കാനോ അനാവശ്യമായിട്ടോ ഞങ്ങൾ അന്നും ഇന്നും ഒരേപോലെ ഞങ്ങൾക്ക് അതൊരു വിഷമമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോവാം, അവിടെ എത്തില്ല അടിയാണ്, അവർ പട്ടാളച്ചട്ടിയിലാണ്, അങ്ങനെയാണ് വരുന്നത്. അതിനിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പറ്റില്ല അടിയാണ്, അങ്ങനെ അവിടെ എത്തി. ഞങ്ങളെല്ലാം അങ്ങനെ വന്നു. ഇപ്പോഴോ ഇങ്ങോട്ട് പോകാനേ ഇല്ല. നിങ്ങളപ്പോൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് മാറ്റം വേണം, എനിക്ക് മാറ്റാൻ ഗുരുഗുരു വേണം, മുറുകുറു വേണം, അതെല്ലാം വേണം അല്ലേ? ഗുരുഗുരു മുറുകുറു അങ്ങനെ എന്തെങ്കിലും പേര് നമുക്ക് പോലും അറിയുന്നില്ല. ഇന്ന് എല്ലാ ഷോപ്പിലും കാണുന്നത്, എല്ലാ ഷോപ്പിന്റെ മുമ്പിൽ കാണുന്നത് ആ ഗുരുഗുരും ആ ബർഗറും ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. ഈ കുട്ടികളെ കൊണ്ട് എന്താ അവർ പറയുന്നത്? എനിക്കോ എന്താ ആര് പറയുന്നത്? അവരുടെ അമ്മ പറയുന്നു, എനിക്കോ തിന്നാൻ കഴിഞ്ഞില്ല, എനിക്കോ ഗുരുഗുരു തിന്നാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നു വേണ്ടുവോണം. അങ്ങനെ മക്കളെ ഗുരുഗുരു അങ്ങനെ തിരിച്ചു കൊടുത്തു. നടക്കാനോ അവർക്ക് സ്കൂളിൽ പോകാനോ റിക്ഷ, വരുമ്പോഴോ റിക്ഷ വാങ്ങി വെച്ച് കെട്ടി അവർക്ക് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് കൊടുത്തു വിട്ടു. അപ്പോൾ പഠിച്ചു പോകാം. അങ്ങനെയായി കുറേ നാളെ കഴിഞ്ഞു. അതായത് കുട്ടികളിൽ എപ്പോഴാണ് ആ ബോധോദയം ഉണ്ടാകുന്നത്? 3 വയസ്സാകുമ്പോഴേ കുട്ടികളുടെ കൊച്ചുങ്ങളുടെ തലച്ചോറില് ഇത് രൂപാന്തരപ്പെടും. ഒരു 6 വയസ്സാകുമ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ആ പക്വത ആ കുട്ടിക്ക് എല്ലാം മനസ്സിൽ വരും എന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത്. 6 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ ആ മനസ്സിൽ എല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നത് കുട്ടിയല്ലേ, അത് കുഞ്ഞു കുട്ടിയാണ്, അവർക്കൊന്നും അറിയില്ല, നമ്മൾ പറയുന്നില്ല. അപ്പൊ ആ കുട്ടി 6 വയസ്സായിട്ടുള്ള കുട്ടി നമ്മുടെ വീട്ടിൽ ഇരിക്കെ അച്ഛനും അമ്മയും അടിയോടടി, അച്ഛനും അമ്മയും ആ വീട്ടിൽ അടിയോടടി. അച്ഛന് ഇവരുടെ മുമ്പിൽ നിന്ന് മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, അങ്ങനെ കഞ്ചാവ് അടിക്കുന്നു, അങ്ങനെ എല്ലാം ആയിരുന്നു. അങ്ങനെ അച്ഛൻ ചീത്ത വിളിക്കുന്നു, അച്ഛൻ അമ്മേനെ വിളിക്കുന്നു, അങ്ങനെ വേണ്ടത് കുറെ കഴിഞ്ഞിട്ടാകുമ്പോ അപ്പൊ ആ അടിപിടി കൂടുമ്പോ അച്ഛൻ ഈ പിള്ളേരെ ഒരു ഭാഗത്ത് കൂടും. വാ നിന്നെ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ പിള്ളേര് ഈ ഭാഗത്ത് കൂടും. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞു പോകണ്ട. അങ്ങനെ ആ കുട്ടികൾ വളർന്നു വരുന്നു. 2 പേരും ഒരേ സമയത്ത് ആ കുട്ടിയെ അത് പാടില്ല എന്ന് പറയുന്നില്ല. മോനെ അത് ചെയ്ത് നിങ്ങളൊന്ന് അഭിനയിച്ചോളൂ, നിങ്ങൾ ഭാര്യയും ഭർത്താവും നേരെ അടിപിടിയാണ്, ഓക്കെ സമ്മതിച്ചു. നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ ഈ അടി കാണിക്കരുത്, നിങ്ങൾ ആക്ട് ചെയ്യൂ. ഈ 3 വയസ്സിന് ശേഷം ഈ 6 വയസ്സ് വരെ ആ കുട്ടിയുടെ ബോധ മനസ്സിൽ ഇങ്ങനെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ അതിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ആ കുട്ടിയെ പിടിച്ചാൽ കിട്ടും. പിന്നെ ആ കുട്ടിയെ പിടിച്ചാൽ കിട്ടൂല. 18 വയസ്സ് വരെ ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്, 18 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. ഇന്ന് കാണുന്നില്ലേ എവിടെ കഞ്ചാവ് അടിച്ചിട്ട് കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കുട്ടികൾ അവിടെ തൂങ്ങി മരിച്ചു. 6 വയസ്സിലെ 7 വയസ്സിലെ കുട്ടികൾ തൂങ്ങി മരിച്ചു എന്നാണ് ദിനപ്രതികൾ കേൾക്കുന്നത്. എന്താ കാരണം?
കുട്ടി ഉറങ്ങിക്കോട്ടെ, കുട്ടി കളിച്ചോട്ടെ, ഈ മൊബൈൽ എനിക്ക് കൊടുക്കും. കോവിഡ് കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു, പഠിക്കാൻ വേണ്ടിയിട്ട്, ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റല്ലേ? കോവിഡ് കഴിഞ്ഞ ശേഷം കുട്ടികൾക്കെല്ലാം പഠിക്കാൻ മൊബൈൽ കൊടുത്തു ഓൺലൈനായിട്ട്. കുട്ടികൾ എത്ര മണിക്കൂറുണ്ടായിരുന്നു ആ ഓൺലൈനിൽ? കുട്ടികൾ 4.5 മണിക്കൂർ, അവർ പറയുന്നത് 4.5 മണിക്കൂർ ഈ മൊബൈൽ കുട്ടി യൂസ് ചെയ്തു. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്താണ് 20 മിനിറ്റ്. ഈ കുട്ടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് 20 മിനിറ്റാണ്. ബാക്കി ആ സമയം ഇവിടെ പോയി അവര് ഈ അച്ഛനമ്മയ്ക്ക് അറിയുന്നില്ലെങ്കിൽ ആ മൊബൈലിന്റെ എല്ലാ വ്യവസ്ഥകളും ഈ മക്കൾ ഇതാ അമ്മയെ, അതങ്ങനെയല്ല, ഇത് ഇങ്ങനെയാച്ചാ, അത് മൊബൈൽ ഇങ്ങനെയാണ് തുറക്കേണ്ടത്, അത് ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇതെല്ലാം തന്നെ ഈ മക്കളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്താ അമ്മയ്ക്ക് തോന്നുന്നത്? എന്റെ മോൻ ഭയങ്കര അറിവുകളാണ്, എനിക്ക് എന്റെ മൂക്കും എന്നെക്കാളും നല്ലോണം അറിവുണ്ട്, നല്ല ബുദ്ധിമാനാണ് എന്റെ മോൻ, ഇല്ലേ? എന്റെ മക്കള് നല്ല അറിവുള്ളവരാണ്. കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി, കാലം കഴിഞ്ഞു പോയി. ഓരോ ദിവസങ്ങളിലും അവൻ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം വളരെ കുടുംബത്തിൽ പറഞ്ഞ, വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള, ആ നാട്ടിൽ മുഴുവനും അറിയപ്പെടുന്ന ആ വീട്ടിലേക്ക് ഒരു ദിവസം പോലീസ് ഇടിച്ചു കയറുന്നതാണ്. എന്റെ ആറ് പോലീസാണ്, ഇതുവരെ ഇല്ലാത്ത പോലീസ്. എന്താ ആ വീട്ടിലേക്ക് പോലീസ് കയറിയത്? എന്താണ് പോലീസ് അവിടെ കയറുന്നത്? അയാൾ ഭയങ്കര പോലീസ് കയറേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എത്തി പോലീസ്. അവിടുത്തെ അഡ്മിഷൻസ് ആയിരുന്നു ഉപ്പളം. ഞാനിപ്പോൾ വയ്ക്കുന്നത് ഉപ്പളം ഹോസ്പിറ്റല്, ആ നയ ബസാറിലെ ഒരു അഡ്മിഷൻസ് ആണ്. എന്താ ഇവിടെ കാണുന്നത്? അവരെല്ലാവർക്കും വേണ്ടി ധനസഹായം ചെയ്യുന്നതും ആ ഭർത്താവ് പൈസ കൊടുക്കുന്ന ആളാണ്. എന്താ ഇവിടെ വന്ന് പോലീസ് വന്ന്, ആ പോലീസ് വന്നിട്ടുണ്ട്, എന്താ അല്ല ആൾക്കാർക്ക്. അപ്പൊ പോലീസ് ഇടിച്ചു കയറി. എന്താ കാര്യം? നിങ്ങൾ മോളെ വിളിക്കിങ്ങോട്ട്, മോളെ വിളിക്കിങ്ങോട്ടെന്ന് പറഞ്ഞു. മാർക്ക് എടുത്തിട്ട് A+ അല്ല വേണ്ടത്, അവൻ മനുഷ്യനാണ്. ആ മനുഷ്യനാണെന്ന് എങ്കിൽ മാത്രമേ അവന് A+ ഉള്ളൂ. മറ്റു ഒരു പഠിത്തം കൊണ്ട്, ഒരു ഡിഗ്രിയിൽ A+ കൊണ്ട് ഒരു മനുഷ്യനായിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനല്ല. ആ പഠിത്തത്തിൽ A+. അപ്പൊ ആ പോലീസ് ഇടിച്ചു കയറി അവിടത്തേക്ക് വിളിച്ചു. അമ്മ ആ മോനാണ് അവിടെ ഉറങ്ങുന്നത്. വീണ്ടും വിളിക്കുന്നു പറഞ്ഞു. അമ്മ നിങ്ങൾ വിളിക്കുക, പോലീസ് എത്ര പേരും ഒരു തെളിവില്ലാണ്ട് ഒരിടത്ത് കയറില്ല, അതും വലിയ ആ സമൂഹത്തിൽ വിലപ്പെട്ട ഒരാളാണ്, വിളിക്ക്. ആ പോലീസുകാർ കയർത്തു. വീണ്ടും അമ്മ ആ പരിപാടിക്ക് നിങ്ങൾക്ക് ഉറങ്ങുന്നുണ്ട്, കുറച്ച് ഉറങ്ങുന്നുണ്ട്, എടുത്ത് മാറ്റി. മകളില്ല അവിടെ. അപ്പോഴേ 3 തലയാണ വെച്ചിട്ട് ഇതിങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അവൾ എവിടെ പോയി? എന്റെ മകളെ കാണുന്നില്ലെന്ന് പോലീസ്. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്തോ എന്റെ മകളെ ചെയ്തിട്ടുണ്ടെന്ന് അമ്മ കരഞ്ഞ് പറയുകയാണ്. എന്റെ മകൾ അവിടെ തലയാണ് വെച്ചിട്ട് ആ ഇത് വിൽക്കുകയാണ്. നമ്മൾ ആ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മക്കൾ, അതിൽ ഞാൻ പറയുന്നത് നമ്മള് മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അവളവിടെ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അവളെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 18 വയസ്സ് വരെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പിള്ളേർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഫോൺ കൊടുക്കാം. നിങ്ങളും അത് ഇൻക്ലൂഡിങ് ആണോ? അതിൽ നിങ്ങൾ ഇൻക്ലൂഡിങ് ആവണം, അല്ലെങ്കിൽ നിങ്ങളെ കൈവിട്ട് പോകും. അവിടുന്ന് വന്നോ ഇവിടെ വന്നോ വിളിക്കേ ഇല്ല. ഇതാ കോൺസ്റ്റബിളെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞു പൊട്ടിക്കരഞ്ഞു. ആ പൊട്ടിക്കരഞ്ഞ് പറയാം. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ എന്താണെന്ന് ഡോക്ടർ പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ അവിടെ ജയിലിൽ കൊണ്ടുവന്നു. എത്രയും അഭിമാനമായിട്ടുള്ള വീട്, സാമ്പത്തികമായിട്ടും കുറയാത്ത വീട്, അതുവരെ ആർക്കും ദ്രോഹിക്കാത്ത അച്ഛനമ്മ, എന്താ ഒരു നിമിഷം വീണുടങ്ങില്ലേ? നിങ്ങൾ ഇത്രവരെയും ആലോചിച്ച് എന്റെ മകൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ മകള് ആ ജലത്തെങ്കിലും വീണ ഉമ്മക്ക് അറിയാതെ ഇനി എന്ത് ചെയ്യുകയും ചെയ്യും. എങ്കിലും വലിയൊരു വിജയമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ അറിയുന്നവരാണെന്ന അറിയാതെ പറ്റുന്ന തെറ്റിനെ കാര്യമാക്കാതിരിക്കണം. നമ്മൾ ഈ താഴ്വഴിയുടെ ശാഖയും ശാഖോപശാഖകളും ഈ ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ആ നമ്മളെല്ലാം ഈ ഒരു ദിവസം ഒന്നിച്ചുകൂടി കളിച്ചും ചിരിച്ചും പരസ്പര ബന്ധങ്ങൾ തിരിച്ചറിയാനും സാധിക്കണം. നമുക്ക് വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസമാണിന്ന്. ഈ ജീവിതം എത്ര നാളുകൾ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിനിടയിൽ പരസ്പരം കുറ്റം പറയുകയും
വെറുക്കുകയും നമുക്ക് വെറുക്കാതെയും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിൽ ആരെങ്കിലും തളർന്നു വീണാൽ അവരെ അണ്ണാരക്കണ്ണിന് തന്നാലായത് എന്ന പോലെ ഒരു കൈ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്ദേശമായി എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരസ്പരം ബന്ധങ്ങൾ മനസ്സിലാക്കുകയും ആ ബന്ധം നിലനിർത്തുകയും വേണം. മനുഷ്യ മസ്തിഷ്കത്തിന് ചിതലരിക്കുന്ന കാലമാണിത്. അത് തിരിച്ചറിയണം. നമുക്ക് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. നമ്മളിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ മരണം സംഭവിക്കുകയോ ചെയ്താൽ ആ വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യണമെങ്കിൽ കുടുംബം എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി നാം മനസ്സിലാക്കണം. അല്ലാത്തവർക്ക് അതിന് കഴിയില്ല. ഈ ജീവിതത്തിൽ 6 അടി മണ്ണിന് പോലും അവകാശമുള്ളവർ എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം. നമ്മളിൽ വലിയവനോ ചെറിയവനോ ഇല്ല. എല്ലാവരും സമന്മാരാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്നു. മാതാപിതാക്കൾ എത്രയോ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തി വലുതാക്കി ലക്ഷ്യബോധമുള്ളവരാക്കുന്നത്. ഇത് തിരിച്ചറിയാൻ മക്കൾക്കും സാധിക്കണം. വർഷവും കടന്നു പോകുമ്പോൾ കാലത്തിന്റെ പുസ്തകത്തിൽ വാർദ്ധക്യമെന്ന മേലാങ്കി നാം സ്വമേധ അണിയാൻ നിർബന്ധിതരാകുന്നു. അപ്പോഴും നാം ഓർക്കണം, അവസാന യാത്രാ ദിവസം ഈശ്വരൻ സ്വർണ്ണ ലിപികളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ ദിവസം എന്നാണെന്ന് നമുക്കറിയില്ല. ഈയിടെ വയനാട്ടിൽ നടന്ന മഹാദുരന്തം നമുക്കറിയാമല്ലോ. തലേന്ന് വരെ ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ, ഒരുപാട് സ്വപ്നം കണ്ടവർ, അമ്മയുടെ നെഞ്ചോട് കെട്ടിപ്പിടിച്ച് കിടന്ന കുഞ്ഞുമക്കൾ, അങ്ങനെ എല്ലാവരും ഒരു ദിവസം കൊണ്ട് ഈ ഭൂമുഖത്തിൽ നിന്നും കാണുക. അവർ അച്ഛനും അമ്മമാരെ സ്നേഹിക്കാനും പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാനും പരസ്പരം വിശ്വസിക്കാനും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും കഴിയണം. തിരിച്ചും അങ്ങനെ തന്നെ. അതാണ് കുടുംബം. 2 കണ്ണുകൊണ്ട് 2ആയി കാണരുത്, ഒന്നായി കാണണം. സ്നേഹം, സഹകരണം, വിശ്വാസം, അതാണ് നമ്മുടെ സന്ദേശം. അതായിരിക്കട്ടെ നമ്മുടെ വിജയം. നന്ദി. പറ്റാത്തൊരവസരമാണ് കൂടുതൽ പറയാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും വിപുലമായി നിങ്ങളോട് പറയുന്നതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുടുംബസംഗമത്തിനെ കുറിച്ചിട്ട് വിശദമായി നിങ്ങൾക്ക് ക്ലാസ് നടത്തുന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് എനിക്കും പറയാനുണ്ടായിരുന്നത്. ആ പറയാനുള്ള കാര്യം നേരത്തെ എൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ആവർത്തന വിരസത ഒഴിവാക്കാം. കുടുംബസംഗമത്തിൻ്റെ പ്രാധാന്യം ഓരോ വീട്ടിലെയും പല കുടുംബങ്ങളുണ്ടാവും. പല കുടുംബങ്ങളിൽ മെമ്പർമാരുണ്ടാവും. ഒരു അമ്മേരെ 2-3 മക്കളുണ്ടാവും. ഈ മക്കളെ പരസ്പരം നടന്നു പോകുന്ന വഴിയിൽ 2 ഘട്ടമായിട്ടാണ് മാറുന്നത്. നേരിട്ട് കണ്ടാൽ പോലും പുഞ്ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി എടുക്കണമെന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് നമ്മുടെ കുടുംബക്കാരെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇമ്പം, അതാണ് കുടുംബങ്ങൾ. ഈ കുടുംബത്തിൻ്റെ സംഘമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഈ ചെമ്പിയമ്മ ആ താഴ്വഴിയിൽ നമ്മൾ ഇത്രയും ആൾക്കാരുടെയിൽ പരസ്പരം മാറാൻ പറ്റാത്ത ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവണത ഒഴിവാക്കുന്നത്. ഇങ്ങനെ കുടുംബസംഘവും നടത്തി പരസ്പരം പരിചയപ്പെടുന്നത്, പരസ്പരം ആരാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മൾ ഇന്നുണ്ടായിരിക്കും നമ്മുടെ കുട്ടികളിൽ. കൂടുതൽ ഞാൻ സംസാരിച്ചാൽ ശരിയാവും. തൽക്കാലം ഇന്നത്തെ കുടുംബസംഗമത്തിൽ എൻ്റെ എല്ലാവിധ ഹൃദയ ആശംസകൾ നൽകിക്കൊണ്ട് ഈ കുടുംബസംഗമം എന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബം എല്ലാവരും ഒന്നിച്ചു പോകണം. ഒന്ന്, അതായത് ഭാര്യയും ഭർത്താവും കുടുംബത്തെ ഒന്നിച്ച് യോഗ്യത വേണം. ഏട്ടനും അനിയനും വേണം. സഹോദരന്മാർ വേണം. അച്ഛനും മക്കളും വേണം. ഇപ്പൊ ചില ആൾക്കാരുടെ മക്കളെ കുറ്റം പറയും. മക്കളെ ഒന്നിച്ചിട്ട് കൂടുന്നവരെ കുറ്റം പറയും. അതൊന്നും പാടില്ല. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ കുടുംബസംഗമത്തിന്റെ പ്രായോഗികരോട് പറയുന്നു. ഈ കുടുംബസംഗമം ഇതിന് രൂപം കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ കുടുംബസംഘത്തിന്റെ ആൾക്കാരും ഒരു ഇതിൽ വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും വിളിച്ചിട്ട് ആദ്യം നമ്മൾ സ്ത്രീകളാണ് അത് ലോപിച്ചാണ് ശരിയുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ നമ്മുടെ വലിയ കുറ്റം പറഞ്ഞാൽ ശരിയല്ല. ഇതെല്ലാം ചെമ്പിയമ്മ എന്ന് വിളിക്കരുത്, ശ്രീതയമ്മ അല്ലെങ്കിൽ ചിതയമ്മ. പിന്നെ ഒരു കുടുംബസംഘത്തെ പറ്റി താഴ്ച ശ്രമിച്ച കൂട്ടത്തിൽ ശ്രീരാമം പറഞ്ഞ കുറച്ച് പ്രായോഗിക നടപടികൾ നമുക്ക് സ്വീകാര്യമാണ്. ഇവിടെ ചേർന്ന് ഇതിട്ട് കായിക കലാപരിപാടികൾ നടത്തി തിരിഞ്ഞു പോകുന്ന എല്ലാ പ്രാധാന്യം ഈ ശ്രീദേവി അമ്മയുടെ 1ാം തലമുറയിൽപ്പെട്ട ഈ പറഞ്ഞ മാതിരി 3 ആണുങ്ങളും 3
ഉണ്ടായിരുന്നത്. അത് ഒന്നാം തലമുറ. ആ ഒന്നാം തലമുറക്ക് 22 മക്കളാണ്. ആ 22 മക്കളില് ബാക്കി തലമുറയാണ് കണക്കൂട്ടില്ല. അതായത് 5-ാം തലമുറ ഒരു പ്രത്യേകത. 5-ാം തലമുറ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ തന്നെ ജ്യേഷ്ഠന്മാർ തമ്മിൽ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ ഒരു സുഖകരമില്ലാത്തൊരവസ്ഥയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി അവരെ യോജിപ്പിച്ച് ഒരുമിപ്പിച്ച് മാനസികമായിട്ട് ഒത്തൊരുമയോടെ വേണം കായികപരമായിട്ട് ഇരിക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുക്കപ്പെട്ട എന്നെ എന്റെ കുടുംബയോഗത്തിൽ അനുമോദിച്ചതിൽ ആദ്യം തന്നെ ഞാൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം ഒരുപക്ഷെ ഇവിടെ ഇരുന്നവരാരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും ഈ ചെമ്പിയമ്മ കുടുംബത്തിന്റെ കായ്വേര് നിലനിർത്താനുള്ള ഏക പെൺതരിപ്പ് ഞാൻ മാത്രമേ ഇടുള്ളൂ. അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ആദരവിലേക്ക് വാങ്ങിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ഈ ചർച്ചയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട് രണ്ടാമതായി കുടുംബസംഗമം നടത്തുകയാണല്ലോ. ഇനിയും ഇതുപോലുള്ളൊരു കുടുംബസംഗമം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളം തലമുറക്കാരെ ഇതിനുള്ള ഓരോ ബന്ധങ്ങളും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. കുടുംബസംഗമത്തിന്റെ സന്ദേശത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ മാറി വന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം ബന്ധങ്ങൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനും പുതിയ തലമുറക്ക് പരസ്പരം പരിചയപ്പെടാനും ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ആദ്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിന്റെ കാന്തൻ രാവണനാൽ വധിക്കപ്പെട്ടു. രാവണനാശം ലക്ഷ്യം
రాపగ